ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു A to Z മീഡിയ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ഗീമാത്ത്. എങ്ങനെയാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 1/4 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഈസ്റ്റും ചെറിയ ടീസ്പൂൺ ഈസ്റ്റും, ഒരു 3 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം എടുത്തിട്ട് ആദ്യമായിട്ട് നമുക്ക് ഈസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തതിനെക്കാട്ടും പെട്ടെന്ന് കിട്ടും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അതിനുശേഷം ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് ഈസ്റ്റിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിലേക്ക് കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഷുഗറും ആഡ് ചെയ്തു. ഷുഗർ ഓരോരുത്തരും മധുരം അനുസരിച്ചിട്ടാണ്. ഇതിലിപ്പോൾ അത്യാവശ്യം ഷുഗർ ഇനിയും വരും, അതുകൊണ്ടാണ് കുറച്ച് ഷുഗർ ആദ്യം ചേർത്തത്. ഇനി ലാസ്റ്റ് മൈദ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മൈദ യോജിക്കുന്ന ടൈമിൽ വെള്ളത്തിൻ്റെ കുറവ് വരുന്ന ടൈമിൽ നമ്മൾ പിന്നെയും വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ചുടുവെള്ളമാണ് ചേർത്തത്, അതുകൊണ്ട് പിന്നെയും ഞാൻ ചുടുവെള്ളം തന്നെയാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. വെള്ളം ചേർത്തിട്ട് നന്നായി പാകത്തിന് ഒരു പേസ്റ്റ് രൂപത്തിൽ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 2 മണിക്കൂറാണ് ടൈം. 1 മണിക്കൂറൊക്കെ വെച്ചാലും മതി. ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ട് എടുത്തപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. നന്നായി പൊന്തി പാത്രത്തോളം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം മാവ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഷുഗർ സിറപ്പാണ് ഫസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് വറ്റി വരുന്ന ടൈമിൽ കളർ മാറി കിട്ടും. അതുവരെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരമലായി കിട്ടേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് കളർ മാത്രം ഒന്ന് മാറി കിട്ടിയാൽ മതി. ആ ടൈമിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ട എണ്ണയും ചൂടാക്കി എടുക്കാം. കളറൊക്കെ അത്യാവശ്യം മാറി കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു അളവിലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തും വെക്കാം. ഇതിന്റെ പാകം എന്ന് പറയുന്നത് തൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽ പരുവായി കിട്ടുന്ന ഒരു പാകത്തിൽ ഓഫാക്കിയാൽ മതി. നന്നായി തിക്കായി പോകാനും പറ്റില്ല, നന്നായിട്ട് ലൂസായാലും നമുക്കിത് ശരിയായി കിട്ടില്ല. അതൊരു ഏകദേശം അളവിലൊരു ചെറിയതായ ഒന്ന് നൂൽപ്പരുവൊക്കെ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കുറച്ച് ടൈം കിട്ടും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഒന്നും കൂടി തിക്കായി വരും. ഇപ്പം നന്നായി ഒരു നൂൽപ്പരുവൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മാറ്റി വെച്ചുള്ള ഗീമാത്തിൻ്റെ മാവ് ഒരു പൈപ്പിംഗ് ബാഗിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. അത് ഇനി എണ്ണയിലേക്ക് എങ്ങനെയാണ് ഒഴിച്ചെടുക്കുക നോക്കാം. ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്യുക, കത്രിക കൊണ്ട് ഒന്ന് വെട്ടിയെടുക്കുക. വെട്ടണമെന്നില്ല, എനിക്കിങ്ങനെയാണ് എളുപ്പം തോന്നിയത്, അതുകൊണ്ട് ഞാൻ വെട്ടിയെടുക്കുന്നത്. വെട്ടാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലെ ചെയ്യാം. ഇനി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുക. ഇനിയിപ്പോൾ ഒഴിച്ചപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ബോളായിട്ട് വരും. ഈ ബോളായി വന്നിട്ടുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടി പെട്ടെന്ന് ഒരു വശം തന്നെ കളർ മാറിപ്പോവും. അപ്പോൾ ഉള്ളൊന്ന് ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ യെല്ലോ കളറൊക്കെ ആയി വരുമ്പോൾ തന്നെ ഇത് എടുക്കാൻ പറ്റും. പെട്ടെന്ന് ആക്കാൻ പറ്റിയതാണ്. എണ്ണയിലിട്ട് അപ്പം തന്നെ നമുക്കിത് കളർ മാറി കിട്ടും. അപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ഒരു ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഈ സ്നാക്സ് കിട്ടുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ ക്രിസ്പി. അപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് നോക്കാം. ഇപ്പം അത്യാവശ്യം തിക്ക് കൂടിയ പോലെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് ഈ കോരി അപ്പം തന്നെ ഈ ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിൽ ഇതിട്ട് ഇളക്കിയെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ചെറിയൊരു ചൂടി വെച്ചിട്ടാണ് ഞാനിത് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ മാത്രമേ ഷുഗർ സിറപ്പ് എല്ലാത്തിലും പിടിക്കുള്ളൂ.
അപ്പോൾ എല്ലാം നന്നായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ്, ഒരു നല്ല മധുരം കൂടിയുള്ള സ്നാക്സാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്